എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പം ഇന്നത്തെ വിശേഷത്തിന്റെ ബാക്കി വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് ഞാൻ രേവതിയുടെ സച്ചിയുടെ വിശേഷത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചാനലിനകത്ത് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ ചാനലിനകത്ത് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം. ഇതിന് ശേഷം വരുന്ന കുറെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി ആകപ്പാടെ ദേഷ്യപ്പെട്ട് ചന്ദ്രമതിയോട് കയർക്കുവാണ്. സച്ചി പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരു ഉളുപ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമെന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താടാ കുഴപ്പം? അതെ, വയ്യാതൊരുത്തി അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവൾക്കുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളമെങ്കിലും എടുത്തോണ്ട് കൊടുക്കില്ലായിരുന്നു ചോദിക്കാം. ഇതൊന്നും വേണ്ട, ഫുഡ് കഴിക്കാൻ നേരത്ത് അവളെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യില്ലായിരുന്നു ചോദിക്കും. പിന്നെ ഫുഡ് കഴിക്കാൻ അവളെ വിളിച്ചു പോലും അല്ല, അവൾക്ക് തന്നെ വന്നെടുത്ത് കഴിച്ചാൽ തന്നെ കുഴപ്പമൊന്ന് പെട്ടെന്ന് സുധി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട് സച്ചിക്ക് ഇഷ്ടപ്പെടില്ല. സച്ചി പറഞ്ഞു, നീ എന്താടാ പറഞ്ഞേ? തന്നെ വന്ന് എടുത്ത് കഴിക്കാനായിട്ടാ? അതെ, നിന്റെ ഭാര്യ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? നീ എടുത്തുകൊണ്ട് കൊടുക്കുവോ, അതോ ഇനി അവൾ ഇവിടെ തന്നെ വന്നെടുത്ത് കഴിക്കട്ടെ എന്ന് പറയുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും സുധയുടെ വായിലെ നാക്കും കൂടെ താണുപോയി. ഒന്നും മിണ്ടിയില്ല. ഈ സമയം സച്ചി ജഗ്ഗിനകത്തേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് എടുക്കുവാണ്. വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങി. പെട്ടെന്ന് സച്ചി ഓർത്തു, അല്ല, ഈ ഫുഡൊക്കെ ആരാ ഉണ്ടാക്കിയെന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ്. സച്ചി പെട്ടെന്ന് ചോദിച്ചു, അല്ലമ്മേ, ഈ ഫുഡൊക്കെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാന് പെട്ടെന്ന് ശ്രുതിയോട് ചോദിച്ചു, ശ്രുതി നീയാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കുക. ശ്രുതി പറഞ്ഞു, ഞാനല്ലാന്ന് പറയണം. ഓഹോ, അപ്പൊ അത് രേവതി ഉണ്ടാക്കിയതല്ലേ? വയ്യാത്ത രേവതി വന്ന് അടുക്കള കയറി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി. എന്നിട്ട് ഡൈനിങ് ടേബിളെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ വലിയ സന്തോഷത്തോടു കൂടി തമാശം പറഞ്ഞു വന്നിരുന്ന് കളിച്ചിരിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. എന്നിട്ടോ അവളെ ഒന്ന് ഫുഡ് കഴിക്കാൻ വിളിച്ചോ പോലുമില്ല. നാണമില്ലേ നീക്ക്? ഉടുപ്പുണ്ടെ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുവോ? ഒരുത്തി വയ്യാതെ കിടക്കുന്നു, അവളെ കൊണ്ട് പണിയും ചെയ്യിച്ചിട്ട്. പിന്നീട് രേവതി ശ്രുതിയോട് ചോദിച്ചു, അല്ല, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്കും ഇല്ലേ ഇങ്ങനെ ഇച്ചിരെങ്കിലും ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യുവോ? എന്റെ അമ്മയ്ക്കോ ബോധമില്ല, പക്ഷെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ കരുതിയത്. നാളെ മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാന്ന് പറയാം. ഇത് ശ്രുതി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. ഈ സമയം രേവതി അങ്ങോട്ട് വന്നു. രേവതിനെ കണ്ടത് സച്ചു, നീ എന്തിനാ എങ്ങോട്ട് പോവാന്ന് ചോദിക്കുക. അല്ല, അതെ, ഈ വെള്ളം കൊണ്ട് നീ അകത്തേക്ക് പൊക്കോ, ഞാൻ അങ്ങോട്ട് വരാന്ന് പറയണം. രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം സച്ചി നേരെ അടുക്കളയിലേക്ക് പോവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, സുധിയോട് പറഞ്ഞു, കണ്ടില്ലേ, സച്ചി വന്നു കഴിഞ്ഞപ്പോൾ അവള് പതുക്കെ എഴുന്നേറ്റ് വന്നു കണ്ടോ? എല്ലാം അവളുടെ അടവാന്നേ. അവൾക്ക് അടുക്കള കയറി പണി ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവൾ കാണിച്ചു കൊടുക്കുന്ന പരിപാടിയാ. സച്ചിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ട കണ്ടോ? ഇവളുടെ സ്ഥിരം പരിപാടി ഇത്. അതെ, ഒരു കാരണവശാലും മോൾ അവളുടെ അടുപ്പം കാണിക്കാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയാണ്. ഈ സമയം സച്ചി അടുക്കള കയറിയിട്ട് ഒരു ചുക്ക് കാപ്പി ഉണ്ടെ വെച്ച് കൊടുക്കാം. ഒരു പക്ഷെ ദേഹത്തിനൊക്കെ നൊമ്പരുണ്ടെങ്കിൽ അത് മാറിക്കോളും. അങ്ങനെ വിചാരിച്ച കാപ്പിക്കുള്ള വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കുകയാണ്. പിന്നീട് കാപ്പിടിയൊക്കെ നോക്കി അതിനകത്ത് എന്തൊക്കെ ഇടണം, എങ്ങനെ ഉണ്ടാക്കണം, സച്ചിക്ക് ഒരു ഗ്രാഹ്യം കിട്ടിയില്ല. പെട്ടെന്ന് സച്ചി ഫോൺ എടുത്തിട്ട് തന്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മഹേഷേ, എടാ എങ്ങനെയാടാ ചുക്ക് കാപ്പി ഉണ്ടാക്കണേന്ന് ചോദിക്കുക. എടാ എന്ത് പറ്റി? അല്ല, അത് പിന്നെ രേവതിക്ക് നല്ല ശരീരവേദന ഉണ്ട്, പനിക്കാനുള്ള ലക്ഷണമെന്ന് തോന്നേ. പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ് അവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ പറഞ്ഞു കിട്ടി കഴിഞ്ഞപ്പോൾ സച്ചി എന്ത് ചെയ്യണം, ഫോൺ കട്ട് ചെയ്തിട്ട് കുരുമുളകൊക്കെ എടുത്തു, അതൊക്കെ പൊടിച്ചു. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ട് ചുക്കാപ്പി ഉണ്ടാക്കുവാണ്. പിന്നീട് ഒരു ഗ്ലാസ്സിനകത്തേക്ക് പകർന്ന് അതുമായിട്ട് നേരെ രേവതിയുടെ മുറിയിലേക്ക് പോവാം. ഈ സമയം ശ്രുതി പറഞ്ഞു, സച്ചിക്ക് ഭയങ്കര സ്നേഹമുള്ള രേവതിയോട്, കണ്ടില്ലേ കാപ്പിക്ക് ഉണ്ടായിക്കൂടെ കൊടുക്കുന്നേ. സ്നേഹമാണ് പോലും. ഇത് എത്ര സമയത്തേക്കാണെന്നും മോൾക്ക് പറയാൻ പറ്റുമോ? കുറച്ച് സമയത്തേക്ക് മാത്രമുള്ളന്നേ, അത് കഴിയുമ്പോഴത്തേനും ഇതും കൂടെ മാറും, നമ്മൾ കാണുന്നല്ലേ എന്ന് പറയാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും രേവതി കിടക്കുമായിരുന്നു. രേവതിയോട്, എന്നാ ഈ ചുക്കാപ്പി കുടിക്കുക, നിനക്ക് ഇച്ചിരി ആശ്വാസം വരട്ടെ എന്ന് പറയുകയാണ്. രേവതി പതുക്കെ എഴുന്നേറ്റിരുന്നു, ചുക്കാപ്പി കുടിക്കുകയാണ്. അങ്ങനെ 2 വാ ചുക്കാപ്പി കുടിച്ചപ്പോൾ രേവതിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. രേവതി ബാത്റൂമിലേക്ക് പോയിട്ട് അങ്ങോട്ട് ഛർദ്ദിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കും. അതെ, ഫുഡൊന്നും കഴിക്കാത്തോണ്ടാന്ന് തോന്നേ, ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒമിറ്റ് ചെയ്തെന്ന് പറയണം. അപ്പൊ ഫുഡ് കഴിച്ചിട്ടില്ലല്ലേ? രാവിലെ തൊട്ട് ആ ശയനപ്രദീക്ഷ നടത്തിയിട്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നില്ലേ? എന്നിട്ടാണ് നീ അടുക്കളയിലെ പണികൾ മുഴുവൻ ചെയ്തല്ലേ? നിന്നോട് എത്ര വട്ടം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നീ ഇങ്ങനെ താണു കൊടുത്തോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ നിന്റെ തലയിൽ കയറി നിരങ്ങുള്ളൂ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറയേണ്ട എവിടെയാന്ന് വെച്ചാൽ അവിടെ തുറന്നു പറഞ്ഞോണം. ഒരു കാര്യം ഇവിടെ ഇരിക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സച്ചി നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ്. അവിടുന്ന് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വന്ന് രേവതിക്കുള്ള ഫുഡൊക്കെ എടുക്കുവാണ്. ഫുഡൊക്കെ എടുത്തിട്ട് നേരെ മുറിയിലേക്ക് വന്നു. പിന്നീട് രേവതി കഴിക്കാൻ പറയണം. രേവതി പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആഹാരം കഴിക്കണം. അതെ, ഞാൻ വാരി തരാമെന്ന് പറയണം. എന്നുമ്പോൾ രേവതിയോട് വാ വിളിക്കാൻ പറഞ്ഞു. രേവതി വാ തുറന്നു കഴിഞ്ഞപ്പം രേവതിക്ക് വാരി കൊടുക്കുകയാണ്. രേവതിയുടെ കണ്ണ് നിറഞ്ഞു. ഇത്രമാത്രം തന്നോട് സ്നേഹം ഉണ്ടായിരുന്നോ എന്നൊരു ചിന്ത രേവതിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് സച്ചി പറഞ്ഞു, അതെ, ഞാനിങ്ങനെ കുടിച്ച് നല്ല ഫിറ്റ് ആയിട്ട് വരുന്ന സമയത്ത്
അച്ഛൻ ഇങ്ങനെയാ എനിക്ക് വാരിത്തരും. ഞാൻ ചിലപ്പോൾ കഴിക്കാറൊന്നുമില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കത്തില്ല. അച്ഛൻ എനിക്ക് വാരിത്തരും. ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് പറയാം. പിന്നീട് സച്ചി എന്ത് ചെയ്യാണ്, വാരി കൊടുത്തിട്ട് ചോദിച്ചു ഇനി വേണമെന്ന് ചോദിക്കും. വേണ്ടാന്ന് പറയണം. സച്ചി പോയി പ്ലേറ്റ് ഒക്കെ കഴിവെച്ച് കയറി വരുവാണ്. പിന്നീട് ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒരു ഗുളിക എന്തെങ്കിലും എടുത്തോണ്ട് വരാം, നോക്കട്ടെ ഗുളിക ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം രേവതി പെട്ടെന്ന് കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കും. രേവതി ഒന്നും മിണ്ടിയില്ല. പക്ഷേ എങ്കിൽ രേവതി അങ്ങോട്ട് സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട്. കുറച്ച് സമയം സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കാതൊക്കെ ഇരുന്നു. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ തന്നെ കെട്ടിപ്പിടിക്കുന്നത്. അതൊരു സ്ത്രീ ഇങ്ങനെ കെട്ടിപ്പിടിക്കണേ. തന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ അനുഭവമാണല്ലോ സച്ചിക്ക്. സച്ചി ആദ്യം ഒന്നും കെട്ടിപ്പിടിക്കാതൊക്കെ ഇരുന്നു. പിന്നീട് സച്ചി എന്ത് ചെയ്യുവാണ്, രേവതിനെ കെട്ടിപ്പിടിക്കുക. രേവതി ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. രേവതിയുടെ വിഷമങ്ങളെല്ലാം രേവതി അങ്ങനെ കരഞ്ഞു തീർക്കുക. ഇത്ര സമയം മനസ്സിലുള്ളത് വിഷമം. അത് മാത്രമല്ല സച്ചിയുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ രേവതി ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമായിരുന്നു. എത്രമാത്രം ഇദ്ദേഹം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് രേവതിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സച്ചിക്ക് സഹിച്ചില്ല. സച്ചി അങ്ങ് ഇറുക്കി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ നെറ്റിയിൽ അങ്ങോട്ട് കുറേ ഉമ്മ അങ്ങോട്ട് കൊടുക്കുകയാണ്. പിന്നീട് സച്ചിയുടെ നിയന്ത്രണം മൊത്തം വിട്ടുപോയി. സച്ചി എന്ത് ചെയ്യാണ്, രേവതിനും കൂടെ നേരെ ബെഡിലേക്ക് പോവാ. ഇതുവരെയായിട്ട് അവരുടെ ആദ്യരാത്രി ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അവര് ശാന്തി മുഹൂർത്തം ആഘോഷിക്കുകയാണ്. ശാന്തി മുഹൂർത്തത്തിന് ഇനി മുമ്പ് 2-3 വട്ടം മുഹൂർത്തം കുറിപ്പിച്ച അന്നൊന്നും പക്ഷേ രേവതിക്ക് ഭാഗ്യമില്ലായിരുന്നു ശാന്തി മുഹൂർത്തം ആഘോഷിക്കാണ്ട്. ഓരോ ചടമുടക്കുകൾ വന്ന് അതെല്ലാം മാറിപ്പോയി ചെയ്തേ. പക്ഷേങ്കിൽ ഇന്ന് മുഹൂർത്തം ഒന്നും കുറിക്കാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നാകുമായിരുന്നു. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം പുലർന്നു. രേവതി പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ സച്ചി നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക. രേവതി പതുക്കെ എഴുന്നേക്കാൻ നോക്കിയിട്ട് ഏറ്റു വന്നപ്പോഴത്തേനും പെട്ടെന്ന് സാരിയെ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. അപ്പൊ രേവതി മനസ്സ് വിചാരിച്ചെന്താ, അതെ പോവല്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയേട്ടൻ സാരി തുമ്പെ പിടിച്ച് വലിക്കുന്നതെന്നോർത്തോണ്ട് രേവതി ഒരു നാണത്തോടുകൂടി തിരിഞ്ഞു നിൽക്കുകയാണ്. വിടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് രേവതി ഇങ്ങ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, സച്ചി തന്റെ സാരിയെ കയറി കിടക്കുക. തന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രേവതി എന്ത് ചെയ്യാണ്, പതുക്കെ സച്ചിനെ മാറ്റി ആ സാരി ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും സച്ചി ഇങ്ങോട്ട് ഉരുണ്ട് പഠിച്ചു വന്നപ്പോഴത്തേനും രേവതി എന്ത് ചെയ്യാണ്, സച്ചിയുടെ ദേഹത്തേക്ക് പോയി വീണു. പതുക്കെ രേവതി ഒരു നാണത്തോടു കൂടി അവിടുന്ന് പതുക്കെ ആ സച്ചിനെ ഉണർത്താതെ ആ സാരി വലിച്ചെടുത്ത് എഴുന്നേക്കുവാണ്. പിന്നീട് പുറത്തേക്കുള്ള കഥകളൊക്കെ തുറന്നിട്ട് കുറച്ച് സമയം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. രേവതിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അതിനുശേഷം നേരെ വന്ന് സാരിയൊക്കെ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി പോവാണ് കുളിക്കാനായിട്ട്. കുളിച്ച് വേഷമൊക്കെ മാറി വന്നു. അങ്ങനെ മാറി വന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം ഒന്ന് നോക്കി ഒന്ന് വിലയിരുത്തി. പിന്നീട് ഒരു പൊട്ടൊക്കെ വെച്ച് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴും രേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചാണ് തലേദിവസം രാത്രിന്റെ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ട് അങ്ങ് ചെല്ലുന്നേ. അങ്ങനെ ചെന്നിപ്പോ ചന്ദ്രമതി കണ്ടു ഈ കാഴ്ച. ചന്ദ്രമതി നോക്കിക്കഴിഞ്ഞപ്പോ ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഇന്നലെ വൈകുന്നേരം ഭയങ്കര പനിയാന്നും പറഞ്ഞുകൊണ്ട് സച്ചി ചുക്കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് കൊടുത്താ. ഇന്നാണ്ടെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി വരുന്നു. എന്ത് മായാചാരമാണ് നടന്നിരിക്കുന്നത്? ഒന്നും മനസ്സിലായില്ല ചന്ദ്രമതിക്ക്. രേവതി എങ്ങനെ നാണത്തോട്ടും ഇങ്ങനെ താഴേക്ക് വന്നിട്ട് നേരെ പൂജാമുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നീ എങ്ങോട്ടാന്ന് ചോദിക്കണം. ഞാൻ വിളക്ക് കൊളുത്താൻ പോവാ. അല്ല രാവിലെ കുളി കഴിഞ്ഞ് വന്ന് നിനക്ക് വിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. ആന്തമ്മ അങ്ങനെ പറഞ്ഞേ, അല്ല നിന്റെ അമ്മ നിന്നെ ഒന്നും പഠിപ്പിച്ചു വിട്ടിട്ടില്ലേന്ന് ചോദിക്കും. അമ്മ എന്താ പറയണേ, എന്റെ അമ്മ എന്നെ നല്ല രീതിയിൽ തന്നെ വളർത്തിയത്, അതുകൊണ്ട് കുളിച്ചിട്ട് രാവിലെ വിളക്ക് വെക്കണമെന്നാ പഠിപ്പിച്ചേക്കെന്ന് പറയാം. ഇത് കേട്ടും ചന്ദ്രമതി പറഞ്ഞു, അല്ല സത്യം പറ, നിനക്കൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാണോ, നീ അറിയത്തില്ലാഞ്ഞിട്ട് ഭാവിക്കാണോ ചോദിക്കും. പെട്ടെന്ന് രേവതി പറഞ്ഞു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു നിലവിളക്ക് കൊളുത്തിനായിട്ടും കൂടി കയറുവാണ്. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയണേ. എന്താ അമ്മയ്ക്ക് എന്താ ഇപ്പൊ കുഴപ്പം? അല്ല നീ പുറത്തായിരിക്കണ സമയത്ത് നിനക്ക് വിളക്ക് വെക്കാൻ പാടില്ലെന്ന് അറിയാമല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും രേവതി പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഇത് എന്താ പറയണേ, ഞാൻ രാവിലെ കുളിച്ചെന്ന് വെച്ചോണ്ട്, അതെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല കുളിച്ചെന്ന് പറയാം. ചന്ദ്രൻ വെച്ച് പിന്നെന്താ, അത് പിന്നെ അതെ കല്യാണം കഴിഞ്ഞപ്പോ ഇങ്ങനെയല്ലേ പെൺകുട്ടികളൊക്കെ രാവിലെ കുളിക്കുകയൊക്കെ ചെയ്യില്ലെന്ന് ചോദിക്കും. ചന്ദ്രമതിക്ക് അപകടം എടുത്തു. എന്റെ ഭഗവാനെ, ഇനി ഇവരുടെ ശാന്തി മുഹൂർത്തം എങ്ങാനും കഴിഞ്ഞോ? ഇവിടെ ലക്ഷണവും നാണോ കണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് പിടികിട്ടിയില്ല. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെന്തായാലും ആട്ടെ, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ നീ ഇപ്പം കയറി വിളക്ക് വെക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതെന്താമ്മേ, അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, പിന്നെ എനിക്കിപ്പം വിളക്ക് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അതെ നിനക്ക് വിളക്ക് വെക്കാനായിട്ടുള്ള ഇതില്ല, അതെ ഈ വീട്ടിലെ മരുമോളെ വിളക്ക് വെക്കണ്ടെന്ന് പറയും. ഓ മരുമോളാണോ, അങ്ങനെയാണല്ലോ എനിക്ക് വിളക്ക് വെക്കാലോ, ഞാൻ ഈ വീട്ടിലെ മരുമോളല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ചേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, അതിന് ആരെ നിന്നെ മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നേ? ഞാൻ ഇവിടെ മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ആരെന്നറിയോ? ശ്രുതിനെ അംഗീകരിച്ചിരിക്കുന്നേ. പിന്നെ നിന്നെ മരുമോളാക്കി അംഗീകരിക്കാനായിട്ട് നീ അങ്ങോട്ട് കോടികളുമായിട്ടല്ലേ വന്നിരിക്കുന്നേ, 101 പവന്റെ സ്ത്രീധനം കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അങ്ങ് അംഗീകരിച്ചു വെക്കാനായിട്ട്. പെട്ടെന്ന് രേവതി പറഞ്ഞു, അല്ലമ്മേ ഈ 101 പവന്റെ സ്ത്രീധനം കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് മനസ്സിലായി തനിക്കിട്ടൊന്ന് ആക്കിയതെന്നുള്ള കാര്യം. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, കൊണ്ടുവന്നിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഇങ്ങോട്ട് കയറി വന്ന മരുമോളുണ്ടല്ലോ ശ്രുതി,
അവള് കോടീശ്വരന്റെ മകളാ. അധികം വൈകാതെ തന്നെ അവളുടെ അച്ഛന്റെ പേരിലുള്ള സ്വത്തൊക്കെ അവൾക്ക് കിട്ടും. പിന്നെ ആരാ അവള്? അതുകൊണ്ട് നീ കൂടുതൽ വിളക്ക് വെക്കാനൊന്നും പോകണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി. ഞാൻ തീരുമാനിക്കും ഇവിടെ അടുക്കള കയറി ആര് ജോലി ചെയ്യണം, വിളക്ക് ആര് വെക്കണം എന്നൊക്കെ. അതെ, ശ്രുതി വന്നിട്ട് അതൊക്കെ ചെയ്തോളും. നീ അടുക്കള വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറയണം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അല്ലമ്മേ, ശ്രുതി ഇനി എപ്പം വന്നിട്ട് വിളക്ക് വെക്കാനാ? അവളെ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് വരും, നീ കണ്ടോ എന്ന് പറയാണ്. ഈ സമയത്താണ് രേവതി ആ കാഴ്ച കാണുന്നത്. ശ്രുതി ഒരു തോർത്തൊക്കെ ഇട്ടുകൊണ്ട് നേരെ ബ്രഷൊക്കെ ചെയ്തുകൊണ്ടും കൂടെ ഇറങ്ങി വരുക. രേവതി ചിരിച്ചു. എന്താണ് നീ ചിരിക്കണേ? അല്ലമ്മേ, ഈ ബ്രഷ് വെച്ചാണ് രാവിലെ എല്ലാവരും വിളക്ക് കൊളുത്തുന്നതെനിക്ക്. എന്താ അങ്ങനെ പറഞ്ഞേ? അമ്മ അങ്ങോട്ട് നോക്കാൻ പറയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ പല്ല് തേച്ചോണ്ടും കൂടെ വരുന്ന കാഴ്ചയെ കാണുന്നേ. പെട്ടെന്ന് ചന്ദ്രമതി ഓർത്തേ, ശ്രുതിയോ ഇവളെന്താ ഈ സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നേ? മനുഷ്യൻ നാണം കെടുത്താനുള്ള വരവാണല്ലോ. പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിട്ടിച്ചു. എന്താ മോളെ ശ്രുതി, നീ ഇപ്പോഴാണ് എഴുന്നേക്കുന്നത് ചോദിക്കും. അതേമ്മേ, ഇപ്പോഴെഴുന്നേക്കുന്നേ, നേരത്തെ എഴുന്നേക്കണമെന്നുണ്ടായിരുന്നു. വയ്യമ്മേ, വല്ലാത്ത ക്ഷീണമായിരുന്നു, ഉറങ്ങിയതും താമസിച്ചാ. പിന്നെ ഇപ്പം ബ്യൂട്ടി പാർലറിൽ പോണല്ലോ എന്ന് ഓർത്ത് ടീച്ചർ നേരത്തെ എഴുന്നേറ്റാന്ന് പറയും. അല്ല, നീ എന്താ മോളെ ബ്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നേ? അമ്മ മുറി വെള്ളം കുറേശ്ശെ വെള്ളം വരുന്നുള്ളൂ. ഓ അതാണോ? ഒരു കാര്യം ചെയ്യും, മോള് മുറിയിലേക്ക് അങ്ങോട്ട് പൊക്കോ, ഞാൻ മോട്ടർ ഇട്ടോളാന്ന് പറയാ. എന്തെങ്കിലും ആവശ്യമുണ്ട് അമ്മേനെ വിളിച്ചാൽ മതി എന്നാ പറയാ. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കയറി പോവാ. ഈ സമയം രേവതി ചിരിക്കുകയാണ്. ചന്ദ്രമതിക്ക് മനസ്സിലായി ഇവള് തന്നെ കളിയാക്കി ചിരിക്കുക എന്നുള്ള കാര്യം. പെട്ടെന്ന് രേവതി ചോദിച്ചു, അമ്മേ, അച്ഛൻ വരാൻ സമയമായി. നടന്നു കഴിഞ്ഞിട്ട് അച്ഛൻ വരുന്ന കഴിയുമ്പത്തേനും പൂജാമുറി വിളക്ക് കണ്ടില്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയും. എന്താ ചെയ്യണ്ടേ? ഞാൻ വിളക്ക് കൊളുത്തണോ അതോ ഇനിയിപ്പോൾ പോണോന്ന് ചോദിക്കും. ഇത് കേട്ടൻ ചന്ദ്രമതി കൊളുത്ത് ഇന്നൊരു ദിവസത്തെ എനിക്ക് കൊളുത്താൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. അങ്ങനെ വഴിക്ക് വാന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് കയറിയപ്പോഴത്തേനും ചന്ദ്രമതി എന്താന്ന് പറഞ്ഞേന്ന് ചോദിക്കും. ഒന്നും ഇല്ലമ്മേന്ന് പറയാണ്. എന്നും പറഞ്ഞ് പൂജാമുറിയിലേക്ക് കയറി അങ്ങോട്ട് വിളക്ക് കൊടുത്താണ്. ഈ കാഴ്ച കൊണ്ട് സമനില തെറ്റിയ പോലെ ചന്ദ്രമതി നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവളുടെ മുന്നിൽ താൻ വെറും കൊച്ചായി പോയതാണ് ചന്ദ്രമതിക്ക് തോന്നി. കാരണം ശ്രുതി ഇങ്ങോട്ട് കയറി വരും. രാവിലെ കുളിച്ച് വിളക്ക് കൊടുത്താൽ തയ്യാറെടുപ്പോടെയായിരിക്കും അവൾ വരുന്നതെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ചന്ദ്രമതി നിന്നെ. പക്ഷെ എങ്കിൽ ചന്ദ്രമതി പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വരുന്ന വിശേഷങ്ങൾ, അതായത് ഇതിന് ശേഷമുള്ള കുറെ വിശേഷങ്ങളാണ് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അത് ഇതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം കാണിക്കുന്ന വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പൊ അത് എല്ലാ ദിവസവും കണ്ടിന്യൂസിൽ കാണുന്നവർക്കറിയാം. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി അത് കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.